നമസ്കാരം. രാത്രി ഉറക്കത്തിലെ കൈ തരിച്ചിട്ട് അല്ലെങ്കിൽ മരവിച്ചിട്ട് നെട്ടി എണീക്കാറുണ്ടോ? കുട്ടിനൊന്ന് കയ്യിൽ കിടത്തുക അല്ലെങ്കിൽ കുറെ നേരം ഫോൺ പിടിക്കുക ചെയ്യുന്ന സമയത്ത് കൈ മരം പോലെ കൈ അറിയാണ്ട് വീണ് പോകും, അല്ലെങ്കിൽ കുറച്ചു നേരത്തേക്ക് കൈ അനക്കാൻ പോലും പറ്റാതെ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ? കുറച്ചധികം സമയം ചൂല് കയ്യിൽ പിടിക്കുക, അല്ലെങ്കിൽ അതുപോലെ തന്നെ കത്തി പിടിക്കുക, കുറച്ചധികം നേരം പിടിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് കയ്യിൽ നിന്ന് അറിയാണ്ട് വീണ് പോവുക, കൈ ഇങ്ങനെ മരവിച്ചിട്ട് ഇങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ആവുന്ന പോലെയൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ? കയ്യില് തരിപ്പിന്റെ കാരണങ്ങൾ എന്തുകൊണ്ടാണ് ഇത് വന്നതെന്ന് അറിഞ്ഞുകൊണ്ട് ഇതിനെ ചികിത്സിക്കുകയാണെങ്കിൽ ഇതിന് നമുക്ക് കൃത്യമായിട്ടുള്ള പരിഹാരം കണ്ടെത്താനാവും. ഞാൻ ഡോക്ടർ ആഫിയാലൂർ, ചീഫ് കൺസൾട്ടന്റ്, ഡോക്ടർ ആഫിയസ് ഹോമിയോപ്പതി സ്പെഷ്യാലിറ്റി ക്ലിനിക്, തൂവൂർ. കൈപ്പത്തിയിലെ നമ്മുടെ ഈ വാച്ച് കെട്ടുന്നിടത്ത് അല്ലെങ്കിൽ ഈ റിസ്റ്റിന്റെ ഭാഗത്ത് ഒരു നരമ്പ് പാസ് ചെയ്യുന്നുണ്ട്, നമ്മൾ മീഡിയൽ നരമ്പ്. ഇതിന്റെ ഇവിടെ ഉണ്ടാവുന്ന ഒരു ടണലിന് ഏതെങ്കിലും രീതിയിലുള്ള വീക്കം വരുന്ന സമയത്ത് ഈ നരമ്പ് ഇതിനുള്ളിൽ കുടുങ്ങുകയും ഇതിലേക്കുള്ള താഴേക്കിടലിന്റെ രക്തപ്രവാഹം കുറയുകയും ചെയ്യുന്നതോട് തന്നെ ഇതിലേക്ക് തരിപ്പ് അനുഭവപ്പെടാം. ഈ ഒരു കണ്ടീഷനെയാണ് നമ്മൾ കാർപ്പൽ ടണൽ സിൻഡ്രോം എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട നമ്മുടെ തരിപ്പിനെ സംബന്ധിച്ച് നോക്കുന്നതിൽ ഇതാണ് കൂടുതലായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു അസുഖം. കാർപ്പൽ ടണൽ സിൻഡ്രോം എന്നത് പേര് വളരെ വലുതാണെങ്കിലും ഇത് നമ്മളൊരു നരമ്പിന്റെ ഒരു LCS എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് ഈ ഒരു അസുഖത്തെ പറ്റിയിട്ട് അറിയുന്നത്. കഴുത്തിന്റെ ഡിസ്കുകൾക്ക് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടാവുന്നത്, കഴുത്തിന്റെ ഡിസ്കുകൾക്ക് തേയ്മാനം വരുന്ന സമയത്തൊക്കെ തന്നെ ഈ കൈയിലേക്ക് ഇതുപോലെ തരിപ്പ് അനുഭവപ്പെടാം. അതുപോലെ പ്രമേഹമുള്ള രോഗികളിൽ പ്രമേഹത്തിന്റെ കോംപ്ലിക്കേഷൻ ആയിക്കൊണ്ട് വരുന്ന ഡയബറ്റിക് ന്യൂറോപ്പതിയിലും ഇതുപോലെ തന്നെ തരിപ്പ് അനുഭവപ്പെടാം. തരിപ്പിന് എന്തുകൊണ്ടാണ് ഈ തരിപ്പ് വന്നതെന്നുള്ള കാരണം കണ്ടുപിടിച്ചിട്ട് അതിനനുസരിച്ചിട്ട് നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുക്കുകയാണെങ്കിൽ, നമ്മൾ ഹോമിയോപ്പതിയിൽ ഇങ്ങനെ ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന സമയത്ത് ഈ തരിപ്പ് എന്നുള്ളത് മാത്രം നോക്കാതെ ആ രോഗിയുടെ പൂർണ്ണമായിക്കൊണ്ടുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് അയാളുടെ ശാരീരികമായിട്ടും അയാളുടെ മാനസികമായിട്ടും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, അല്ലെങ്കിൽ വേറെ എന്തൊക്കെയാണ് ഇതിന്റെ കൂടെ അസോസിയേറ്റഡ് ആയിട്ട് അയാൾക്കുള്ള ലക്ഷണങ്ങളൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഇതിന് ട്രീറ്റ്മെന്റ് കൊടുക്കുക. ഇങ്ങനെ ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന സമയത്ത് നമുക്കിതിൽ തരിപ്പിൽ നിന്ന് പൂർണ്ണമായിക്കൊണ്ട് തന്നെ മാറ്റിയെടുക്കാൻ കഴിയും ചെയ്യും. ഞാൻ ഡോക്ടർ ആഫിയാലൂർ, ചീഫ് കൺസൾട്ടന്റ്, ഡോക്ടർ ആഫിയസ് ഹോമിയോപ്പതി സ്പെഷ്യാലിറ്റി ക്ലിനിക്, തൂവൂർ. നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കൊടുത്ത വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്.